ജീവനും ജീവിതവും എന്ന ഈ വചന പഠന ചർച്ചാ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ 119ാമത്തെ സെഷനാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. സകലവും കർത്താവിനായി ചെയ്യുന്നത് എങ്ങനെ എന്ന വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് നാം ചിന്തിക്കുവാനും ചർച്ച ചെയ്യുവാനുമായിട്ട് ഒരുങ്ങുന്നത്. നമ്മുടെ പാപത്തിന്റെ ഫലമായുള്ള നിത്യ നരകാഗ്നിയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ തൻ്റെ ജീവനെ വെച്ച് നൽകിയ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്ത് അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ എന്ന്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവഹിത പ്രകാരം ജീവിക്കുക എന്നാണല്ലോ ഇതിലൂടെ ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. ഈ കൽപ്പന അനുസരിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഇതിനായി നാം പരിശ്രമിക്കുമ്പോൾ ഇതെങ്ങനെ നമുക്ക് പൂർണ്ണമായി അനുസരിച്ച് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമായി ചെയ്യുവാൻ കഴിയും എന്നുള്ളത് നമുക്ക് മുമ്പിലുള്ള വലിയൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു ജീവിതത്തിനെ പരിശ്രമിക്കുമ്പോൾ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും ഏറെയാണ്. അത്തരം അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങള്, വെല്ലുവിളികള്, ഈ രീതിയിൽ നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത, ഇതൊക്കെ ഇന്ന് നമ്മുടെ വചന പഠനത്തിലൂടെ ചർച്ചയിലൂടെ നമുക്ക് കുറച്ചും കൂടി വ്യക്തമാക്കപ്പെടുകയും കൂടുതൽ സമർപ്പിതരായി ജീവിക്കുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഇന്നത്തെ ഈ വിഷയത്തിന്റെ പഠനത്തിലൂടെ നാം ആഗ്രഹിക്കുകയും അതിനായിട്ട് ഒരുങ്ങുകയും ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നുള്ള ബ്രദർ സാബു കെ അഗസ്റ്റിൻ ആണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നും ഈ 119ാമത്തെ സെഷൻ ജീവനും ജീവിതവും എന്നുള്ള വചന പഠന പരമ്പരയുടെ 119ാം സെഷനിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാനും വളരെ സന്തോഷത്തോടെ ഈ സമയം നമുക്ക് എല്ലാവർക്കും പ്രയോജനകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന വിഷയം ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ വിഷയത്തില് വാസ്തുതയില് അങ്ങനെ വേദശാസ്ത്രപരമായി വലിയ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു വിഷയമല്ല. അങ്ങനെ ആ നിലയിൽ നമുക്ക് പരിശോധിക്കാൻ മാത്രം ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തില്, ക്രിസ്തീയ ജീവിതത്തിൽ വളരെ നമ്മൾ ആവർത്തിച്ച് പറയുകയും നമ്മൾ ആഹ്വാനം ചെയ്യുകയും നമ്മൾ ലക്ഷ്യമായിട്ട് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് സകലവും കർത്താവിനായി ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ കേട്ട പാട്ട്, ആദ്യത്തെ ജോയിനിങ് പാട്ട്, രണ്ടാമത് പാടിയ പാട്ടല്ല, റെക്കോർഡഡ് പാട്ട് അങ്ങനെ പ്ലേ ചെയ്തപ്പോൾ എല്ലാം അങ്ങേ മഹത്വത്തിനായി എന്ന് പാടി. അതുപോലെയുള്ള പാട്ടുകൾ, പ്രാർത്ഥനയൊക്കെ നമ്മൾ ധാരാളം അനുദിനം ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഈ പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഈ വചനത്തിൽ കാണുന്നത്, ഇന്ന് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ വിഷയം പലപ്പോഴും പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അത് പ്രാവർത്തികമാക്കുവാൻ, അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സ്ട്രഗിള് അനുഭവിക്കുന്നവരാണ് പലരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ അഭിമുഖീകരിക്കുന്നുണ്ട്. സകലവും കർത്താവിനായി ചെയ്യുക എന്നുള്ളത് ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്, തീരുമാനമാണ്. എങ്കിലും പ്രായോഗികമായിട്ട് അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നുള്ളത് ചില സമയങ്ങളിൽ നിരാശ ഉണ്ടാക്കാറുണ്ട്. വളരെ അത് ഒരു ശ്രമകരമായ കാര്യമാണ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾക്കൊരു പിയോണ് ചേട്ടൻ ഉണ്ടായിരുന്നു. ജോസഫ് ഏട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ കൂടെ ഓർമ്മിക്കാറുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയും: സാബു, എനിക്ക് എൻ്റെ സ്വഭാവം തന്നെ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് എൻ്റെ അടുത്ത് മറ്റു പ്രശ്നങ്ങളുമായിട്ട് വരരുതെന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹത്തിന് തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ അദ്ദേഹത്തിന് തന്നെ ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ മറ്റാൾക്കാരുമായിട്ട് പല കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ആത്മാർത്ഥമായി നമ്മൾ പരിശോധിച്ചാൽ കർത്താവിനായി ജീവിക്കണം എന്ന ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് പലപ്പോഴും നമുക്കുണ്ട്. അതിന്റെ ഒരു പോസിറ്റീവ് സൈഡിൽ ചിന്തിച്ചാൽ നല്ലതാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് കർത്താവിനായിട്ട് ജീവിക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ പറ്റും.
അന്വേഷിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും, ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്നത്തെ ഈ നമ്മുടെ പഠനവും ആ നിലയിൽ അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതത്തിലെ ഉത്സാഹത്തിനും പുനഃസമർപ്പണത്തിനും ഒക്കെ കാരണമായി തീരട്ടെ. അങ്ങനെയാണല്ലോ നമ്മൾ പ്രാർത്ഥിച്ചതും. ആ നിലയിൽ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. സകലവും കർത്താവിനായി ചെയ്യുന്നത് എങ്ങനെ എന്ന വിഷയം നമ്മൾ പറയുമ്പോൾ ഹൗ ക്യാൻ വി ഡു എവറിത്തിങ് അൺ ടു ദ ലോർഡ്. അപ്പൊ ഈ സകലവും കർത്താവിനായി ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്ട്രഗിൾ. കാരണം കർത്താവിനായി നമ്മളൊക്കെ പലതും ചെയ്യാറുണ്ട്, ചെയ്യുന്നവരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മീറ്റിംഗിലേക്കൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുന്നത്. എന്നാൽ സകലവും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രയാസകരമായ കാര്യം തന്നെയാണ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ക്രിസ്തുവിശ്വാസികളായ നമ്മുടെ ലക്ഷ്യവും നമുക്കുള്ള പ്രാർത്ഥനയും ആഹ്വാനവും ഒക്കെ ഇതായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ക്ലാസ്സും അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദശാസ്ത്രപരമായ ഒരു പരിശോധനയും ഒരു അനാലിസിസും ഒന്നും അല്ല നമ്മൾ നടത്തുന്നത്, വിശകലനമല്ല നമ്മൾ നടത്തുന്നത്. എന്നാൽ ഇത് എങ്ങനെ സാധ്യമാകും എന്നുള്ള ഒരു പരിശോധനയാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ സകലവും കർത്താവിനായി ചെയ്യുന്നത് എങ്ങനെ എന്ന ചോദ്യം, ആ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തോട് അതിനു മുമ്പായി മറ്റു ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ വിഷയം പരിശോധിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ കർത്താവും ചെയ്ത്. കർത്താവിന്റെ അടുക്കലെ ചോദ്യങ്ങളുമായിട്ട് വന്ന പലരോടും കർത്താവ് തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യത്തിലൂടെ ചില സത്യങ്ങൾ അങ്ങനെ വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്കും അതുകൊണ്ട് ഈ സകലവും കർത്താവിനായി ചെയ്യുന്നത് എങ്ങനെ എന്ന ആ ചോദ്യത്തോട് നമുക്ക് മറ്റു ചില ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. ഞാൻ വിചാരിക്കുന്നു സാധാരണ നമ്മൾ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന പല വാക്കുകൾ ഉണ്ട്. എന്ത് ഇല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിക്കില്ലേ, വാട്ട് എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട്, ഹൂ ചോദിക്കാറുണ്ട്, ഹൗ എന്നുള്ളത് ചോദ്യ വാക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ പഠനത്തിലും പരിശോധനയിലും എന്താണ് സകലവും കർത്താവിനായി ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ഡു എവറിത്തിങ് അൺ ടു ദ ലോർഡ് എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സകലവും കർത്താവിനായി ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചോദിക്കാം, എന്താണ് ഈ സകലവും കർത്താവിനായി ചെയ്യുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കാനായിട്ട് ശ്രമിക്കാം. രണ്ടാമത്തെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നത്, ആർക്കാണ് സകലവും കർത്താവിനായി ചെയ്യുവാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ആർക്കാണ്? ഹൂ ക്യാൻ ഡു എവറിത്തിങ് അൺ ടു ദ ലോർഡ്? ഇല്ലല്ലേ, അങ്ങനെ ഒരു ജീവിതം നയിക്കാനായിട്ട് ആർക്കാണ് കഴിയുന്നത്? കർത്താവിന് പ്രസാദമായ നിലയിലുള്ള ഒരു ജീവിതം, കർത്താവിനായി ജീവിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ ആർക്ക് കഴിയും എന്നുള്ളത്, അല്ലെ? അത് ആർക്ക് സാധിക്കും എന്നുള്ളത് തന്നെ ഒരു വലിയ വിഷയമാണ്, ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വൈ ഷുഡ് വി ഡു എവറിത്തിങ് അൺ ടു ദ ലോർഡ്? ഇല്ലേ, എന്തുകൊണ്ട് സകലവും കർത്താവിനായി ചെയ്യണം എന്നുള്ളത്. അപ്പം ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിക്കുന്നു അടുത്ത ചോദ്യം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം, സകലവും കർത്താവിനായി ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടും, ഇല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്ന പ്രധാനമായിട്ട് ഒരു വേദഭാഗമാണ് എടുത്തിരിക്കുന്നത്. കഴിയത്തോളം ആ വേദഭാഗത്തിനുള്ളിൽ നിന്നുകൊണ്ട് സമയപരിധിക്കുള്ളിൽ ഈ ചോദ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാനും ഒക്കെ ശ്രമിക്കാം എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ വിഷയം ബൈബിളിൽ പല സ്ഥലങ്ങളിലായിട്ട് പല വാക്യങ്ങളിലൂടെ ഉണ്ട്. എങ്കിലും നമുക്ക് അത്രയും ബൃഹത്തായിട്ട് പോകാനായിട്ട് ഇപ്പോൾ കഴിയുമെന്ന് അറിയില്ല. ഒരുപക്ഷെ ചർച്ചയുടെ സമയത്ത് സഹോദരന്മാർക്ക് അക്കാര്യത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് കഴിയും. ഞാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു വേദഭാഗം പ്രധാനമായിട്ട് എടുത്തുകൊണ്ട് തന്നെ അതിനുള്ളിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ ഒന്ന് പരിശോധിക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മെ സഹായിക്കുന്ന വേദഭാഗം കൊലോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ എല്ലാം അങ്ങനെ ഓരോ വാക്കുകളെടുത്ത് പഠിക്കാനുള്ള സമയമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും പ്രധാന ചില ആശയങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വേദഭാഗത്തിലേക്ക് ഒന്ന് വരാം. ഞാൻ ഈ വേദഭാഗം ഒന്ന് വായിക്കാം. 12 മുതലുള്ള വാക്യം, കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 12 to 17. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും
ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ. ആമേൻ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞു, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ സകലവും കർത്താവിനായി ചെയ്യുക എന്നതുകൊണ്ട് അത് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ അവസാനത്തെ വാക്യത്തിലാണ്. 17-ാം വാക്യത്തില് നമ്മൾ കാണുന്നത്, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ എന്നാണ്. അപ്പം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതിൽ കർത്താവിനായി ചെയ്യുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ സംസാരം കൊണ്ടോ അല്ലെ പ്രവൃത്തി കൊണ്ടോ എന്ത് ചെയ്താലും അത് കർത്താവിന്റെ നാമത്തിലും ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കുന്നത്. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും അതിനെക്കുറിച്ച് പറഞ്ഞത്, എന്നിട്ട് സകലവും എന്നാണ് പറയുന്നത്. അപ്പൊ ആ സകലവും എന്നുള്ളതിൽ നമ്മുടെ സംസാരമോ പ്രവൃത്തികളോ ഇത് ഏതായാലും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇത് കർത്താവിനായി ചെയ്യുക എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ സകലവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് സംസാരവും പ്രവൃത്തികളുമാണ് ഈ വേദഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി കർത്താവിനായി ചെയ്യുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ചോദിച്ചാൽ, കർത്താവായ യേശുവിന്റെ നാമത്തിലും ദൈവത്തിന്റെ മഹത്വത്തിനായും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ്. കർത്താവിനായി ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ സംസാരമായിക്കോട്ടെ പ്രവൃത്തികളായിക്കോട്ടെ. ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെ ഒരു ഉത്തരമാണ്. ഇതേ കാര്യം തന്നെയാണ് പത്രോസ് അപ്പോസ്തലൻ നമുക്ക് നൽകുന്നത്. നമ്മൾ പത്രോസ് അപ്പോസ്തലന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 11-ാം വാക്യത്തില് നമ്മൾ കൃപാവരങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ കൃപാവരങ്ങളെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ. തുടർന്ന് പറയുന്നു, എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. അപ്പോ കൃപാവരങ്ങൾ പ്രാപിച്ച വ്യക്തികൾ എന്ന നിലയിൽ വിശ്വാസികൾ പ്രസംഗിക്കുന്നതായാലും പ്രവർത്തിക്കുന്നതായാലും, അവിടെ പറയുന്നത് ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ, രണ്ടാമത് പറഞ്ഞ ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ, അത് പ്രവർത്തികളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഏത് ചെയ്താലും ഇത് എന്ത് മനോഭാവത്തോടെ ചെയ്യുന്നു, എന്ത് ഉദ്ദേശത്തോടെ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അവിടെ പറയുന്നത് അത് ഒരുത്തൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്നതുപോലെ വേണം പ്രസംഗിക്കാൻ. അതുപോലെ ശുശ്രൂഷിക്കുന്നത് ദൈവം നൽകിയ പ്രാപ്തിക്ക് ഒത്തവണ്ണമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള മനോഭാവത്തോടെ വേണം ചെയ്യാൻ. ഇത് രണ്ടും ചെയ്യുമ്പോൾ മഹത്വപ്പെടേണ്ടത് ദൈവമാണ്. ആ മഹത്വത്തിന് കാരണമായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യമാണ്. ക്രിസ്തു മൂലം ദൈവത്തിന് മഹത്വം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞാലും പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞാലും സകലവും കർത്താവിനായി ചെയ്യുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ മഹത്വത്തിനായി ഒരു വ്യക്തി ചെയ്യുന്ന സംസാരമായാലും പ്രവൃത്തിയായാലും വാക്കുകളായാലും ക്രിയയായാലും അതൊക്കെ ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളും. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പൊ ഈ കർത്താവിനായി ചെയ്യുക, പ്രവർത്തിക്കുക, ജീവിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ കർത്താവിന് പ്രസാദമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണെന്ന് പറയാം. അപ്പോൾ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, കർത്താവിന് പ്രസാദമായ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെ തന്നെയാണ് കർത്താവിനായി ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ കർത്താവിനായി ചെയ്യുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. വചനത്തിൽ നിന്ന് നമ്മൾ ഈ ഭാഗങ്ങളിൽ നിന്ന് കണ്ടത്. മനുഷ്യരുടെ പ്രവൃത്തികളുടെ പിന്നിലുള്ള പ്രചോദനം പലപ്പോഴും വ്യത്യസ്തമായിരിക്കും നമുക്കറിയാം, അല്ലേ? നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ അവരെ പരിശോധിക്കുമ്പോൾ, അവരുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഓരോ മനുഷ്യനും ധാരാളം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഉദ്ദേശങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തികളുടെ പ്രമാണവും പ്രചോദനവും ഒക്കെ വ്യത്യാസമാണ്.
അപ്പോൾ നമുക്കറിയാം, നമ്മള് ഉദാഹരണത്തിന് അടുത്തടുത്തുള്ള 3 പ്ലോട്ടുകളിൽ, ഒരു റോഡ് സൈഡിൽ 3 പ്ലോട്ടുകളിൽ ഒരു ഓരോ കെട്ടിടം വെക്കുന്ന 3 വ്യക്തികൾ. അവര് 3 പേരും ആ കെട്ടിടം പണിയുന്നത് ഒരു ബിസിനസ് ചെയ്യാനാണെന്ന് വിചാരിക്കുക. ഈ 3 പേരും ബിസിനസ് ചെയ്യാനാണ്, 3 പേരും കെട്ടിടമാണ് പണിയുന്നത്. എന്നാൽ 3 പേരുടെയും ഉദ്ദേശത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ അവരുടെ പ്രമാണങ്ങളിലും പ്രചോദനങ്ങളിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒന്നാമത്തെ വ്യക്തി അദ്ദേഹം ബിസിനസ് ചെയ്ത് എങ്ങനെയും കുറച്ച് സമ്പത്ത് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും. ഏത് വിധേനയും പണം ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ചെയ്യും. രണ്ടാമത്തെ വ്യക്തിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് സമ്പത്ത് മാത്രമല്ല, നല്ലൊരു പേരും ഇല്ലെങ്കിൽ സൽപ്പേരും ആവശ്യം ഉണ്ട്, ഇല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഉദ്ദേശമാണ്. അപ്പം ഒന്നാമത്തെ വ്യക്തി സമ്പത്ത് മാത്രമാണ് തന്റെ ലക്ഷ്യം, ഉദ്ദേശമെങ്കിൽ ഒരു പ്രമാണവും ഇല്ലാതെ എവിടെയൊക്കെ ടാക്സ് വെട്ടിക്കാമോ അതൊക്കെ ചെയ്ത് ഏത് വളഞ്ഞ വഴിയിലൂടെയും ഏത് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വിറ്റിട്ടാണേലും സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ ഒരു സൽപ്പേരും കൂടെ, സമ്പത്ത് മാത്രമല്ല അതിലൂടെ ഒരു സൽപ്പേരും കൂടെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവര് ഒരു കാരണവശാലും നിയമങ്ങൾ തെറ്റിക്കാതെ ടാക്സ് കൊടുക്കേണ്ടടുത്ത് ടാക്സ് കൊടുത്ത് പ്രോഡക്ട്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് മാത്രം സെലക്ട് ചെയ്ത് സർവീസ് കൊടുക്കുന്നിടത്തും കൃത്യമായ സർവീസ് കൊടുത്ത് ലാഭം അല്പം കുറഞ്ഞാലും നല്ല പ്രോഡക്റ്റും സർവീസും നിയമപരമായിട്ട് തന്നെ ചെയ്ത് തൻ്റെ നാട്ടിൽ ഒരു നല്ല പേര് സമ്പാദിക്കണം എന്നുള്ളതായിരിക്കാം ലക്ഷ്യമെന്ന് വിചാരിക്കും. മൂന്നാമതൊരു വ്യക്തി ഇതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നതാണ്. എന്നാൽ ആ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സമ്പത്ത് ഉണ്ടാക്കുക, സൽപ്രവൃത്തി ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. സമ്പത്തുണ്ടാക്കി സൽപ്പേര് മാത്രമല്ല, ഉണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ട് തൻ്റെ സമൂഹത്തിന് ചില സൽപ്രവൃത്തികൾ കൂടെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് 3 പേരുടെയും ഉദ്ദേശങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിനനുസരിച്ച് 3 പേരുടെയും പ്രമാണങ്ങളിൽ, അവര് അനുവർത്തിക്കുന്ന പ്രമാണങ്ങൾ ഇല്ലെങ്കിൽ അവര് സൂക്ഷിക്കുന്ന ജീവിത മാതൃകകളിൽ വ്യത്യാസമുണ്ട്. ഒരാളിൽ സമ്പത്ത് മാത്രമാണ് താല്പര്യം, മറ്റൊരാൾക്ക് സൽപ്പേരും കൂടെ വേണം. എന്നാൽ മറ്റു ചിലർക്ക് സൽപ്രവൃത്തികൾക്കും കൂടെ വേണ്ടി ജീവിക്കണം, ഇല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു. ഇത് ബിസിനസിന്റെ കാര്യത്തിൽ മാത്രമല്ല, കൃഷിയുടെ കാര്യത്തിലായാലും മറ്റേതൊരു ജോലിയുടെ കാര്യത്തിലായാലും, പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇല്ലെ വീട്ടിനകത്തായിക്കോട്ടെ വീട്ടിന് പുറത്തായിക്കോട്ടെ, ഏത് ജോലി ചെയ്യുന്നവരും ഇല്ലെങ്കിൽ ഏത് പ്രവൃത്തി ചെയ്യുന്നവരും അവരുടെ ഉദ്ദേശങ്ങളിൽ വ്യത്യാസമുണ്ട്, പ്രമാണങ്ങളിൽ വ്യത്യാസമുണ്ട്. അവർക്ക് പ്രചോദനമായി ഇരിക്കുന്നതും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഒരുപക്ഷെ ഇല്ലെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. എങ്ങനെയും പണം ഉണ്ടാക്കുന്ന ഒരാളുടെ പ്രചോദനം എന്ന് പറയുന്നത് തൻ്റെ തന്നെ നാട്ടിൽ ഇല്ലെ തൻ്റെ അറിവിൽ ധാരാളം പണം ഉണ്ടാക്കി അങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിച്ച ചില ആൾക്കാരുടെ മാതൃകയായിരിക്കാം. ഇനി ഒരു സൽപ്പേരും കൂടെ ഉള്ള ആള് അദ്ദേഹത്തിന് മാതൃക മറ്റു ചിലരായിരിക്കാം. ഇനി സൽപ്രവൃത്തികൾക്കായിട്ട് മുന്നോട്ട് വരുന്ന ഒരാള് ആതുര ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന മറ്റാരെങ്കിലും ആയിരിക്കും അദ്ദേഹത്തിന്റെ പ്രചോദനമായിട്ട് വരും. അതിനനുസരിച്ച് പ്രമാണത്തിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ലോകത്തിലെ മനുഷ്യരുടെ അവരുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് ഓരോ പ്രവൃത്തികളുടെയും സ്വഭാവത്തിലും പ്രമാണത്തിലും ശൈലിയിലും എല്ലാം ആ വ്യത്യാസമുണ്ട്. ഇത് ലോകത്തിലുള്ള മനുഷ്യരുടെ കാര്യം അങ്ങനെയാണെങ്കിൽ, ക്രിസ്തു വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് നമ്മുടെ പ്രവൃത്തികളുടെയും നാം ചെയ്യുന്ന എല്ലാ കാര്യത്തിന്റെയും പുറകിലുള്ള ഉദ്ദേശവും നാം അതിനായിട്ട് സ്വീകരിക്കുന്ന പ്രചോദനവും പ്രമാണവും ഒക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും, അല്ലെങ്കിൽ നമ്മുടെ സംസാര സംബന്ധമായ ശുശ്രൂഷകളായാലും സേവനപരമായ ശുശ്രൂഷകളായാലും ഇത് ഏതായാലും നമ്മളുടെ ഉദ്ദേശം എന്താണ്, ഇതിന്റെ ലക്ഷ്യം എന്താണ്, വാട്ട് ഈസ് അവർ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ ആ ഒബ്ജക്റ്റീവ് കറക്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിൻസിപ്പിൾസും ഇല്ലെങ്കിൽ പ്രമാണങ്ങളും അതിനനുസരിച്ചുള്ള മാതൃകകളും ഒക്കെ ആയിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് നമ്മളുടെ ഉദ്ദേശം, ലക്ഷ്യം ഇല്ലെങ്കിൽ പ്രചോദനം എന്താണ് എന്നുള്ളതനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളിലും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളത് കണ്ടു. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിക്കും. ഇതൊരു തുടർമാനമായിട്ടുള്ള ജീവിത ശൈലിയാണ്. നമ്മൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ, ക്രിസ്തുവിന്റെ അധികാരത്തിൽ, ക്രിസ്തുവിന്റെ നാമമഹത്വത്തിനായിട്ട് നാം ചെയ്യുന്ന സേവനപരവും സംസാരപരവുമായ ശുശ്രൂഷകൾ അതൊക്കെ ദൈവത്തിന് പ്രസാദകരമാണ്. അതാണ് കർത്താവിനായി ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട്, സകലവും കർത്താവിനായി ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ദാറ്റ്സ് വാട്ട് വി മീൻ ബൈ സേയിങ് ഡു എവറിത്തിങ് അൺടു ദ ലോർഡ്.
എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. രണ്ടാമത് നമ്മൾ പരിശോധിക്കുന്ന ചോദ്യം, ആർക്കാണ് സകലതും കർത്താവിനായി ചെയ്യുവാൻ കഴിയുന്നത്? അല്ലെ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മളെല്ലാം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് സാധിക്കുന്നില്ല എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് നമ്മൾ പറഞ്ഞു. ഹൂ ക്യാൻ ഡു എവറിത്തിങ് അൺടു ദ ലോർഡ്? അങ്ങനെ അത് സാധിക്കുമോ? ദൈവത്തിന് പ്രസാദകരമായി ദൈവത്തിനായി സകലതും ചെയ്യാൻ ഏതെങ്കിലും വ്യക്തികൾക്ക് കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ ആദ്യ വാക്യത്തില് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആർക്കാണ് സകലതും കർത്താവിനായി ചെയ്യുവാൻ കഴിയുന്നത് എന്നുള്ളത്. അവിടെ ആദ്യ വാക്യം എന്ന് പറയുന്നത് നമ്മള് കൊലോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില്, അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി എന്നൊരു പ്രയോഗം നമ്മൾ കാണുന്നു. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി എന്നിട്ട് താഴോട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വന്നതിന് ശേഷം ചെയ്വിൻ ഏതാണ്? തമ്മിൽ ക്ഷമിക്കുകയും ചെയ്വിൻ. അപ്പം ആർക്കാണ് ഇങ്ങനെ സകലതും കർത്താവിനായി ചെയ്യാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ഈ കൂട്ടരാണ്. ആര്? ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായവർക്കാണ് സകലതും കർത്താവിനായി ചെയ്യാൻ കഴിയുന്നത്. കാരണം ഇവിടെ തുടങ്ങിയ ഈ പാസേജ് പറഞ്ഞു വന്ന അവസാനം നമ്മൾ നേരത്തെ കണ്ട 17-ാം വാക്യത്തിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞ ആൾക്കാർക്കാണ് സകലതും കർത്താവിനായി ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് ഈ വേദഭാഗം ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊരാൾ വായിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുന്നത് വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഓടിച്ചു വായിച്ചപ്പോൾ ഈ വൃദ്ധന്മാർ എന്ന് പറഞ്ഞതിന് അദ്ദേഹം വൃദ്ധന്മാർ എന്നാണ് വായിച്ചു പോയത്. അതുകൊണ്ട് ഇതൊക്കെ വൃദ്ധന്മാരായവർക്ക് പറയുന്നതാണ്, നമ്മളെ പോലെ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് പറ്റുന്നല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നമുക്കറിയാം ഇവിടെ വൃദ്ധന്മാരല്ല, വൃദ്ധന്മാരാണ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ളത് നമുക്ക്. ദ എലക്ട് ഓഫ് ഗോഡ്, ഹോളി ആൻഡ് ബിലവഡ് എന്ന് 3 വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ ഗണത്തിൽപ്പെട്ട ആൾക്കാരെ കുറിച്ചാണ് ഇത് പറയുന്നത്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ, അവരെ കുറിച്ച് പറയുന്നത് അവർ വിശുദ്ധന്മാരാണ്, ദൈവത്തിന് പ്രിയരായിട്ടുള്ളവരുമാണ്. അപ്പൊ ആർക്ക് ഇങ്ങനെ ദൈവത്തിന് പ്രസാദമായി ദൈവത്തിനായി സകലതും ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാൽ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ വിശുദ്ധന്മാരായ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായവർക്കാണ് ഇത് ചെയ്യാൻ കഴിയുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാകാവുന്നത്, ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികൾ, രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. ദൈവം തെരഞ്ഞെടുത്തവർ, വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ, ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുന്നവർ. അല്ലെ, അവിടെ അങ്ങനെ പ്രിയരുമായി എന്നാണ്, പ്രിയരായിട്ടുള്ളവർ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ, ഇത് 3ഉം ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു വിശ്വാസിയെക്കുറിച്ച് പറയാനായിട്ട് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് പ്രസാദമായി അവർക്ക് ജീവിക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ സകലതും ദൈവത്തിനായി ചെയ്യുവാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് പരിശോധിക്കേണ്ട കാര്യം, ഏതൊരു വ്യക്തിയെക്കുറിച്ചാണെങ്കിലും, അദ്ദേഹം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ, തീർച്ചയായിട്ടും ദൈവത്തിന് പ്രസാദമായി ജീവിക്കാനായിട്ട്, ചെയ്യുവാനായി, പ്രവർത്തിക്കുവാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്, സെറ്റ് അപ്പാർട്ട് ഫോർ ദ ലോർഡ്. ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ, ആ നിലയിൽ ഒരു വിശുദ്ധന്മാരെ അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ടവരാണോ എന്നുള്ളത് മാത്രമല്ല, ഈ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുന്നവരാണോ പ്രിയപ്പെട്ടവർ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാക്യത്തില് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നുണ്ട്, ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് കർത്താവിനായി സകലതും പ്രവർത്തിക്കാനായിട്ട് കഴിയും. മാത്രമല്ല, അതിന്റെ താഴോട്ട് വരുമ്പോൾ 15-ാം വാക്യത്തില്, നമ്മൾ 15-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇവരെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടു മരിക്കുന്നത്, അവിടെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിന്റെ പ്രത്യേകമായി വിളി ലഭിച്ച് കർത്താവിന്റെ പരിപാടിയായ സഭയോട് ഏകീഭവിക്കപ്പെട്ടവരെ കുറിച്ചാണ് ഏക ശരീരമായി വിളിക്കപ്പെട്ടവർ എന്ന് പറയുന്നത്. കർത്താവിന്റെ സഭ എന്ന ശരീരത്തോട് അങ്ങനെ ചേരുവാനായിട്ട് വിളിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ചേർക്കപ്പെട്ടവർ എന്നുള്ളതാണ്. അപ്പൊ ഈ നിലയിൽ നോക്കിയാൽ ആർക്കാണ് ദൈവത്തിന് പ്രസാദമായി ദൈവത്തിനായി സകലതും ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ, ദൈവത്താൽ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നവർ, മാത്രമല്ല ദൈവിക പരിപാടിയായ സഭയോട് ചേർക്കപ്പെട്ടവർ, ഇവരെ സംബന്ധിച്ച് ദൈവത്തിനായി സകലതും ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ക്രിസ്തീയ കോളത്തിൽ നമുക്കറിയാം, ധാരാളം പേര് പ്രസംഗിക്കുന്നുണ്ട്, ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതില് അനേകരുടെയും ലക്ഷ്യം പലപ്പോഴും നമ്മൾ ഈ വാക്യത്തിൽ നേരത്തെ കണ്ടതുപോലെ ദൈവത്തിന്റെ മഹത്വമോ
അങ്ങനെ ക്രിസ്തുവിന്റെ മഹത്വം ഒന്നും അല്ല എന്നുള്ള ഒരു സങ്കടകരമാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റും വരുന്ന വാർത്തകൾ പലതും വളരെ ലജ്ജാകരമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഫെയിം ഡെയിം ഡൈം, പണം, ഇല്ല സോറി, പേര് പെണ്ണ് പണം എന്ന് പറയുന്നത്, അത് പലപ്പോഴും ക്രിസ്തീയ ഗോളത്തിൽ നിൽക്കുന്നവരെ കുറിച്ച് പോലും അത്തരം വാർത്തകൾ, ഇല്ല അത്തരം ദുഷ്പേരുകൾ പറഞ്ഞു കേൾക്കുന്നത് വളരെ സങ്കടകരമാണ്. ഈ അടുത്ത കാലത്ത് ചില ആൾക്കാരെ കുറിച്ച് ഞാൻ കേട്ടത്, അവര് പ്രസംഗത്തില് ഒരു സ്ഥലത്തേക്ക് വിളിക്കപ്പെട്ടു. അവിടെ കൺവെൻഷൻ പ്രസംഗമാണ്. ഉദ്ദേശിച്ച പണം മുൻകൂട്ടി കിട്ടിയില്ല എന്ന് ഉള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കാതെ പോയി എന്നാണ്. മാത്രമല്ല, മറ്റൊരു സ്ഥലത്ത് ഉദ്ദേശിച്ചത്ര ആൾക്കാർ വന്നില്ല, അതുകൊണ്ട് പ്രസംഗിക്കാതെ പോയി കളഞ്ഞു എന്നാണ്. അതേപോലെ മറ്റൊരു മോട്ടിവേഷൻ സ്പീക്കറെ കുറിച്ച് നമ്മൾ അടുത്ത കാലത്ത് കോഴിക്കോട് കേട്ടു. അവര് പക്ഷേ വിശ്വാസി, അദ്ദേഹത്തെ കുറിച്ച് ഒരു വിശ്വാസി എന്ന് അറിയപ്പെടുന്ന ആളല്ല. അത് മോട്ടിവേഷൻ സ്പീക്കിംഗ് അങ്ങനത്തെ ഒരു പ്രസംഗത്തിന് വന്ന് അവസാനം അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ വഷളായി, അതെല്ലാവരും അറിഞ്ഞു, വളരെ മോശമായി എന്നുള്ളത് അറിയാം. ലോകത്തിലെ ആൾക്കാർ പല ഉദ്ദേശത്തെ കൊണ്ട് പല രീതിയിലൊക്കെ ചെയ്യും. എന്നാൽ വിശ്വാസികളുടെ ഇടയിൽ എന്ന് പറയും, വിശ്വാസികൾ എന്ന് പേരെടുത്തവർ, ഇതിൽ ആത്മീയ കോളത്തിലുള്ളവർ പോലും അവരുടെ പ്രവർത്തനങ്ങൾക്ക്, പ്രസംഗങ്ങൾക്ക് ഉള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നതല്ല. പകരം ചിലര് പണത്തിന് വേണ്ടി ചെയ്യുന്നു, ചിലര് പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നു, മറ്റു ചിലര് അംഗീകാരത്തിന് വേണ്ടി ചെയ്യുന്നു, മറ്റു ചിലര് മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനായിട്ട്, പ്ലീസിങ് പീപ്പിൾ, അതാണ് ലക്ഷ്യം. പിന്നെ മറ്റു ചിലര് അവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അത് ചെയ്യുമ്പോൾ അവർക്കൊരു സംതൃപ്തി കിട്ടുന്നു, അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്, ആത്മനിർവൃതിക്കായിട്ട് ചെയ്യുന്നു എന്ന് പറയും. എന്നാൽ മറ്റു ചിലര് കുറ്റബോധം കൊണ്ട്, ദൈവം നമ്മെ ഇത്രയൊക്കെ അനുഗ്രഹിച്ചു, ഞാൻ എന്തെങ്കിലും ദൈവത്തിനായിട്ട് ചെയ്തില്ലെങ്കിൽ എന്നുള്ള കുറ്റബോധം കൊണ്ട് ചെയ്യുന്നത്. ചിലര് ഒരു കമ്പാരിസൺ, മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് മത്സരത്തിന്റെ ഒരു മനോഭാവത്തോടെ ചെയ്യുന്നതുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ എനിക്ക് പ്രതിഫലങ്ങൾ വേണം, അല്ലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്നവര്, ഇനി അതല്ല മറ്റൊരു ചില നിർബന്ധങ്ങൾക്ക് വഴങ്ങി ചെയ്യുന്നവർ, എന്നിങ്ങനെ പല പല കാരണങ്ങളുണ്ട്. ക്രിസ്തീയ ഗോളത്തിൽ പോലും, വിശ്വാസികളുടെ ഇടയിൽ പോലും പല കാര്യങ്ങൾ, അത് സംസാരപരമായ ശുശ്രൂഷയായാലും പ്രവർത്തനപരമായ ശുശ്രൂഷകളായാലും നമ്മുടെയൊക്കെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ അപകടത്തിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ടത്, നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവസ്നേഹത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്, പരിശോധിക്കേണ്ട ആവശ്യമാണ്. അപ്പൊ ആർക്കാണ് ഇത് സകലതും കർത്താവിനായി ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, ദൈവത്താൽ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരും ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നവർക്കുമാണ് ദൈവത്തിനായി സകലതും ചെയ്യാനായിട്ട് കഴിയുന്നത്. മൂന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, എന്തുകൊണ്ട് സകലതും കർത്താവിനായി ചെയ്യണം? അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. ശരി, നമ്മൾ ദൈവം നമ്മെ രക്ഷിച്ചു, നമ്മെ തന്നോട് ചേർത്ത് വിളിച്ചു, പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ചെയ്യണം? നമ്മളെ മനുഷ്യരായി, വ്യക്തികളായിട്ട് ദൈവം സൃഷ്ടിച്ചു. നമുക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നതിലൊക്കെ അങ്ങനെ ദൈവത്തിന് പ്രസാദമാണോ എന്ന് പരിശോധിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നൊക്കെ വരാം. അങ്ങനെ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അത് ദൈവത്തിന് പ്രസാദമാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം അങ്ങനെ നമ്മുടെ പ്രസാദം നോക്കിയില്ലെങ്കിൽ നമ്മളുടെ ചെറിയ ചെറിയ പ്രവർത്തികളും ശുശ്രൂഷകളും നോക്കി അങ്ങനെ ഇരിക്കുന്ന ഒരാളാണോ ദൈവം? പല നിലയിലുള്ള ചോദ്യങ്ങൾ വരാം. എന്നാൽ എന്തുകൊണ്ട് കർത്താവിനായി ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഈ വേദഭാഗത്ത് തന്നെ ചില കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഈ കൊലോസ്യ ലേഖനത്തിന്റെ അവിടെ ആയിട്ട് പല സ്ഥലങ്ങളിൽ ഉണ്ട്. ഞാൻ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കാമെന്ന് വിചാരിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാനൊന്ന് വേഗത്തിൽ വായിക്കാം. അവിടെ പറയുന്നത് 16-ാം വാക്യത്തിൽ തുടങ്ങാം. കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. താഴോട്ട് വരുമ്പോൾ 20 വരെയുള്ള വാക്യങ്ങൾ വരുമ്പോൾ, അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളോ സ്വർഗത്തിലുള്ളോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി എന്നാണ് വായിക്കുന്നത്. അപ്പൊ ഈ വാക്യങ്ങൾ അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ വാസ്തവത്തിൽ ഈ 16 മുതൽ 20 വരെയുള്ള 5 വാക്യങ്ങളിൽ 6 തവണയെങ്കിലും സകലത്തെയും സർവവും എന്നുള്ള വാക്ക്
സകലവും, സർവവും, സകലത്തെയും എന്നിങ്ങനെയുള്ള വാക്ക് ആവർത്തിച്ച് വരുന്നു. അപ്പം നാം ഈ ഭൂമിയില് ഇല്ലേല് ഈ പ്രപഞ്ചത്തില് കാണുന്ന സകലത്തിന്റെ മേൽ അധികാരമുള്ളവൻ, സർവശക്തനും സർവാധികാരിയും സർവജ്ഞാനിയും സർവകൃപാലുവുമായ ദൈവം, ആ ദൈവത്തെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നു. ഈ ദൈവം സകല സൃഷ്ടികൾക്കും സൃഷ്ടാവായിട്ടിരിക്കുന്നു. അപ്പം ദൈവം സർവശക്തനാണ്, സർവാധികാരിയാണ്, സർവത്തിന്റെയും സൃഷ്ടാവാണ്. അങ്ങനെ നമുക്ക് പറയാനായിട്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന എത്രയോ വേദഭാഗങ്ങളാണ്. അപ്പൊ ദൈവം ഇങ്ങനെ അത്യുന്നതനായ ഒരു ദൈവമായതുകൊണ്ട് തന്നെ ആ ദൈവത്തിന്റെ സൃഷ്ടികളായ നാം ഈ ദൈവത്തിനായിട്ട് സകലതും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ആദ്യമേ പറയട്ടെ. അപ്പൊ ദൈവത്തിനായി ചെയ്യുന്നത് എന്തിന് നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ മേൽ അധികാരമുള്ളവനും നമ്മെ സൃഷ്ടിച്ചവനും രക്ഷിച്ചവനും നമ്മെ അങ്ങനെ നിത്യമായ പ്രത്യാശയിലേക്ക് വിളിച്ച് വേർതിരിച്ചവനും ഒക്കെ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്നത്, 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിക്കുന്നു എന്നാണ്. അവിടെ ഒരു പ്രത്യേകം എടുത്തു പറയുന്നത്, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് എന്നാണ്. അപ്പൊ എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തി, ഇന്നും ജീവിക്കുന്ന വ്യക്തി, ആ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ, തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്കായിട്ടല്ല, അങ്ങനെ മരിച്ചു ഉയർത്ത ഒരു വ്യക്തിയെ കുറിച്ചുള്ള തിരിച്ചറിവ് ലഭിച്ചവർ, അവർ ഇനി ജീവിക്കേണ്ടത് തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പം എനിക്ക് വേണ്ടി പ്രാണനെ വെടിഞ്ഞ ഒരു കർത്താവ്, ആ കർത്താവിനുള്ള സ്നേഹമാണ് എന്നെ കർത്താവിനായിട്ട് നിർബന്ധിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. അല്ലാതെ കുറ്റബോധം കൊണ്ടോ ഇല്ലേല് പ്രതിഫലങ്ങൾക്ക് വേണ്ടിയോ, അതൊക്കെ അതിന്റെ വേറൊരു വശമാണ്. നമ്മളുടെ വലിയ എന്തുകൊണ്ട് ഞാൻ കർത്താവിനായി സകലതും ചെയ്യണമെന്ന് ചോദിച്ചാൽ, എനിക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞ് എന്റെ പ്രാണനെ നിത്യമായി രക്ഷിച്ച ഒരു കർത്താവ്, ആ കർത്താവിന് വേണ്ടി എന്റെ ജീവിതം മുഴുവനും കൊടുത്താലും അത് മതിയാകുന്നതല്ല എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നും, ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ കർത്താവിനായിട്ട് ജീവിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ചില നിമിഷങ്ങളിൽ നമ്മോട് വലിയ കരുണ കാണിച്ചവർ, വലിയ രീതിയിൽ നമ്മെ ചില പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിച്ചവർ, ഒരിക്കലും നമുക്ക് അവരെ മറക്കാനായിട്ട് കഴിയും. എന്നാൽ നിത്യമായ കടത്തിൽ നിന്ന്, പാപത്തിന്റെ കടത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് വീണ്ടെടുത്ത കർത്താവായ യേശുക്രിസ്തു, ആ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അങ്ങനെ ഒരു കാര്യം എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിക്കുന്നു. അങ്ങനെ ഈ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നുള്ളത് കൊണ്ട്, അതിൽ എനിക്ക് വേണ്ടിയുമാണ് മരിച്ചത് എന്നുള്ളത് കൊണ്ട്, ആ ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ ഇനി ജീവിക്കേണ്ടത് എന്നുള്ള ഒരു നിർണയം, അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു തിരിച്ചറിവ്, അതിലാണ് നാം കർത്താവിനായിട്ട് ജീവിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ കർത്താവിനായി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ കർത്താവ് സർവാധികാരിയാണ്, ഈ കർത്താവ് എന്റെ സൃഷ്ടാവാണ്, എന്റെ രക്ഷകനാണ്, എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്റെ പ്രാണനെ കൊടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവിനായി ജീവിക്കണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്താണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്? രണ്ടാമത്, ആർക്കൊക്കെയാണ് ഇങ്ങനെ ജീവിക്കാൻ കഴിയുക? 3, എന്തുകൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്ക് 4-ാമത്തെ നിലയിൽ നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാനായിട്ട് കഴിയും. സകലവും കർത്താവിനായി എങ്ങനെ ചെയ്യാം, ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൗ ക്യാൻ വി ഡു എവറിത്തിങ് അണ്ടു ദ ലോർഡ്? അതിനുള്ള ഉത്തരവും വാസ്തവത്തിൽ നമുക്ക് ബൈബിളിൽ നിന്ന് ധാരാളം ഉത്തരങ്ങളൊക്കെ പറയാനായിട്ട് കഴിയും. എന്നാലും ഈ വായിച്ച വേദഭാഗത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് പറഞ്ഞാൽ, അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ടും നമുക്കത് കാണാനായിട്ട് കഴിയും. ഞാൻ ആ വേദഭാഗങ്ങളിൽ നിന്ന് പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഓരോന്നും എടുത്തു പറയാനായിട്ട് കഴിയില്ല, അതിനുള്ള സമയമില്ലല്ലോ. അവിടെ പറയുന്നത്, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ എന്ന് പറഞ്ഞ് അങ്ങനെ താഴോട്ടാണ് വരും. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്, ഇതിന്റെ തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ വൃതന്മാർ, ദൈവത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഇതിനു മുമ്പുള്ള അധ്യായത്തിൽ നിന്ന്, 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടു. അപ്പം യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അല്പം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഒരു ദൈവത്തെക്കുറിച്ച് ശരിയായ ഒരു അവബോധം, ദൈവത്തിനായിട്ട് എങ്ങനെ ജീവിക്കാമെന്ന് ചോദിച്ചാൽ, കർത്താവ് ദൈവത്തെക്കുറിച്ച് ശരിയായ ഒരു അവബോധം, ശരിയായ ഒരു ബോധ്യം, അത്
നിലനിർത്തിക്കൊണ്ടില്ല, ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് നമുക്ക് കർത്താവിനായിട്ട് ജീവിക്കാനായിട്ട് കഴിയുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു അവബോധം കർത്താവിനായി ജീവിക്കുവാൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഈ ദൈവം ആരാണ്, എന്താണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധമാണ് ദൈവത്തിനായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയാനായിട്ട് കഴിയും. രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മെക്കുറിച്ച് തന്നെയാണ്, ഇല്ലേ? നമ്മൾ നേരത്തെ കണ്ടതാണ് ആർക്കൊക്കെ ഇത് സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ. നാം ആരാണ്, നമ്മെക്കുറിച്ച് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യത്തിലുള്ള ശരിയായ വ്യക്തമായ ഒരു അവബോധം അതുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനായി ജീവിക്കുവാനായിട്ട് കഴിയും. നമ്മെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്ന എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ നേരത്തെ കണ്ടല്ലോ, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർ. അതാണ് നമ്മെക്കുറിച്ച് പറയുന്നത്. മാത്രമല്ല, കർത്താവ് നമ്മോട് ക്ഷമിച്ചു, അതുകൊണ്ട് നമ്മളും അത് ചെയ്യണമെന്നാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. താഴോട്ട് വരുമ്പോഴും നമ്മൾ വായിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം സൂക്ഷിച്ചുകൊണ്ട് ആ ദൈവത്തിനായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയും. അത് എങ്ങനെയൊക്കെ, ഏതെല്ലാം മേഖലകളിൽ എന്ന് നമ്മളിപ്പോൾ കണ്ടു. രണ്ടാമത് ദൈവമക്കളെ കുറിച്ചുള്ള ശരിയായ അവബോധം, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആണ് രണ്ടാമത്തെ ഭാഗത്ത് കാണുന്നത്. മൂന്നാമത് നമ്മൾ താഴോട്ട് വരുമ്പോൾ അവിടെ കാണുന്നത്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മാത്രമല്ല, താഴോട്ട് വരുമ്പോൾ ദൈവത്തിനെ സ്തുതിക്കുകയും കീർത്തനങ്ങൾ ആലപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബന്ധം. അപ്പൊ മൂന്നാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവത്തോടും ദൈവ മക്കളോടുമുള്ള ശരിയായ ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനായി സകലതും കർത്താവിനായി ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം എനിക്ക് എന്നെക്കുറിച്ചൊരു ബോധം വേണം. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചൊരു ബോധം, അല്ലെങ്കിൽ അവബോധം നമുക്ക് ആവശ്യമുണ്ട്. മാത്രമല്ല, ഈ ദൈവത്തോടും ദൈവ മക്കളോടും, നമ്മെ ചേർത്തിരിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടാണ്, ദൈവ മക്കളോടും ശരിയായ ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തിനായി ജീവിക്കുവാനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. നാലാമതായിട്ട് നമ്മൾ കാണുന്നത്, അവിടെ 16-ാം ഭാഗത്ത് വരുമ്പോൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, ആത്മീയ ഗീതങ്ങളാമ്പിൽ തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്നാണ്. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അവിടെ അതിനു മുമ്പ് തമ്മിൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ചും വചനത്തിൽ വസിക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മളിവിടെ കാണുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ വസിക്കുകയും അതിന്റെ ശുശ്രൂഷക്കാരായി ജീവിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനായി ജീവിക്കാനായിട്ട് കഴിയും. സകലതും കർത്താവിനായി ചെയ്യും. നാം ചെയ്യുന്നതെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികൾ, അതാണ് വചനം ഐശ്വര്യമായി നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നാം ചെയ്യുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ആ വചനപ്രകാരം തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മാത്രം ഒരു ചുരുങ്ങിയത് 3-4 കാര്യങ്ങളെങ്കിലും നമുക്ക് പറയാം. എങ്ങനെ കർത്താവിനായി ജീവിക്കാൻ എന്ന് ചോദിച്ചാൽ, ഈ നിലയിൽ ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം സൂക്ഷിക്കുന്നതുകൊണ്ട്, എപ്പോഴും ആ ദൈവത്തെ നമ്മുടെ മുമ്പിൽ, നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ കാണുന്നത് കൊണ്ട്. രണ്ട്, ഞാൻ ആരാണ്, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ വിളിക്കപ്പെട്ട, ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ട, ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ദൈവം എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത് നമ്മൾ കണ്ടു, ഈ ദൈവത്തോടും ദൈവ മക്കളോടുമുള്ള ബന്ധം, നമ്മുടെ ഹൃദയ ബന്ധം അത് എങ്ങനെയാണ്, ദൈവത്തോടും ദൈവ മക്കളോടുമുള്ള ബന്ധം. നാലാമത് നമ്മൾ കാണുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ വസിക്കുന്നതിനെ കുറിച്ച് കണ്ടു. ആ വചനത്തിന്റെ ശുശ്രൂഷക്കാർ, അത് മറ്റു വിശ്വാസികളെ പഠിപ്പിക്കുക മാത്രമല്ല, രക്ഷിക്കപ്പെടാത്ത മനുഷ്യരോട് ഈ വചനം ശുശ്രൂഷിക്കുക, സുവിശേഷം അറിയിക്കുക എന്നതും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ അവിടെ പറയുമ്പോൾ, അവിടെ 23-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും ശുശ്രൂഷിച്ചിരിക്കുന്ന സുവിശേഷം, ഈ സുവിശേഷം, ഈ വചനം, ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷ, അത് വിശ്വാസികളെ പഠിപ്പിച്ച് വളർത്തുന്നത് മാത്രമല്ല, അവിശ്വാസികളോട് രക്ഷയുടെ സുവിശേഷം അറിയിക്കുന്നതും കർത്താവിനായി ചെയ്യുന്ന വേല തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ നിലയിൽ ദൈവത്തിന്റെ വചനത്തിൽ വസിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷക്കാരായി ജീവിച്ചുകൊണ്ട് കർത്താവിനായി ജീവിക്കുവാനായിട്ട് കഴിയും. ഈ 4
രീതിയിൽ ചിന്തിച്ചാൽ, ഇല്ലെ നമ്മൾ 4 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെ പരിശോധിച്ചാൽ ഈ പറഞ്ഞ വേദഭാഗങ്ങളിൽ നമുക്ക് ഈ നിലയിലാണ് കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ വാസ്തവമായിട്ട് നമുക്ക് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, റോമാലേഖനം 14 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. പ്രിയമുള്ളവരെ, എന്തോ ഒരു വലിയ ഏറ്റുപറച്ചിലാണ്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ മരിച്ചുപോയ പ്രിയ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ബ്രദർ പറയാറുള്ള ഒരു വാചകമുണ്ടല്ലോ, ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. അദ്ദേഹം പ്രവർത്തിച്ചാൽ എന്നുള്ളൊരു വാക്കും കൂടെ ഇടയ്ക്ക് അങ്ങ് ചേർത്തുന്നുള്ളൂ. ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവരാണ് എന്നുള്ള ആ ഉത്തമമായ ബോധ്യം, അങ്ങനെ ഒരു തീരുമാനം, ആ ഒരു അവബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കർത്താവിനായിട്ട് ജീവിക്കാം. കാരണം നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായി, നമുക്ക് ആവശ്യമുള്ളതല്ലേ നമ്മുടെ ജീവനും ഭക്തിക്കുമായതെല്ലാം നൽകിയ കർത്താവായി, ആ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് നാം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം ആ നിലയിൽ പരിശോധിച്ച് ഈ കർത്താവിന്റെ മഹത്വത്തിന്റെ, യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ആ മനോഭാവത്തോടെ ജീവിക്കുകയും ചെയ്യുന്നതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഈ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് പല കഥകൾ കേട്ടിട്ടുണ്ട്. എല്ലാമൊക്കെ അത് ശരിയാണോന്ന് അറിയില്ല, കഥകളായിട്ട് ആൾക്കാർ തന്നെ മെനയുന്നതാണോന്നും അറിയില്ല. അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ചും തന്റെ ഒരു പടയാളിയെ കുറിച്ചും ഞാൻ അടുത്തിടയ്ക്ക് കേട്ടതൊന്നും, ഇതിനു മുമ്പ് പല പല കഥകൾ കേട്ടിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ ഒരു സമയത്ത് അങ്ങനെ പുലാത്തിയായിരുന്നു തന്റെ കൊട്ടാരത്തിൽ, രാത്രി അല്പം വൈകിയ സമയത്ത്. അപ്പോ ഈ കൊട്ടാരത്തിന്റെ കാവൽക്കാരനായിട്ട് ഉണ്ടായിരുന്ന ഒരു പടയാളിയുണ്ട്. അദ്ദേഹത്തെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം ഇരുന്ന് ഉറക്കം തൂങ്ങിയിരിക്കുന്നത് കണ്ടു, മയങ്ങുകയായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ മുഖം വളരെ വിഷണ്ണനായിട്ട് അങ്ങനെ കണ്ടു. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ ഒരു പേപ്പർ പീസ് അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉറക്കം കളയാതെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഈ പടയാളിയുടെ കയ്യിൽ നിന്ന് അലക്സാണ്ടർ ചക്രവർത്തി ആ പേപ്പർ കയ്യിലെടുത്തു. അതിലെടുത്ത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തു തീർക്കാനും വീട്ടാനുമുള്ള ഒരുപാട് കടങ്ങളുടെ ഒരു ലിസ്റ്റ് അദ്ദേഹം ഇങ്ങനെ എഴുതിയതായിട്ട്, അതിന് അവസാനത്തില് ഇതൊക്കെ ആരിനി കൊടുത്തു തീർക്കും, എങ്ങനെ എപ്പോൾ കൊടുത്തു തീർക്കും എന്നിങ്ങനെ ചോദ്യചിഹ്നം ഇട്ട് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ എഴുതി വന്ന അദ്ദേഹം ഉറങ്ങിപ്പോയി എന്നാണ് അതിനെക്കുറിച്ച് വായിച്ചത്. അപ്പോൾ ആ മനുഷ്യന്റെ ഉറക്കം കളയാതെ തന്നെ പേപ്പർ എടുത്ത ചക്രവർത്തി അതിന്റെ താഴെ ഇങ്ങനെ, അലക്സാണ്ടർ ഇതെല്ലാം ചെയ്ത് വീട്ടിൽ തീർക്കും, നിങ്ങളിപ്പോൾ ഡ്യൂട്ടിക്കിടയ്ക്ക് ഉറങ്ങിയതിന്റെ ശിക്ഷയും ക്ഷമിച്ചു തരും എന്നോ മറ്റോ അങ്ങനെ എഴുതി വെച്ചു എന്നാണ് ഞാൻ കേട്ടത്. അപ്പോ ഇപ്പോൾ ഈ ചെയ്ത തെറ്റിന്റെ ശിക്ഷയും ക്ഷമിക്കും, ഇതുവരെയുള്ള എല്ലാ കടങ്ങളും വീട്ടും എന്ന് എഴുതി അലക്സാണ്ടർ എന്ന് പേരെഴുതി താഴെ ആ പേപ്പർ അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചു. എന്നിട്ട് അല്പം നടന്നങ്ങ് നീങ്ങിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചുമച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോ താനെ പടയാളിയുടെ ഉറക്കം ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അദ്ദേഹം വേഗം ഉണർന്ന് നോക്കുമ്പോൾ തൊട്ടു മുന്നിൽ നടന്ന് നീങ്ങുന്ന ചക്രവർത്തിയെ കണ്ടു. അപ്പൊ ചക്രവർത്തി തന്നെ കണ്ടു എന്നുള്ള ഭയത്തില് താൻ ആകെ പരവശനായി. അദ്ദേഹം ഇനി എന്ത് ചെയ്യും എന്ന് പേടിച്ച് ആ പേപ്പർ എടുത്ത് ഇനി ഇതിന്റെ ശിക്ഷയും എങ്ങനെ സഹിക്കും എന്നും കൂടെ എഴുതി വെക്കാമെന്ന് വിചാരിച്ച് ആ പേപ്പർ എടുത്തപ്പോൾ താഴെ അലക്സാണ്ടർ ചക്രവർത്തി എഴുതിയത്, ഇതെല്ലാം അലക്സാണ്ടർ ചക്രവർത്തി വീട്ടിൽ തീർക്കും, ഇല്ലെങ്കിൽ ചെയ്തു തീർക്കും, ഇല്ലെങ്കിൽ ഈ തെറ്റും ക്ഷമിക്കും എന്ന് എഴുതിയതുകൊണ്ട് അദ്ദേഹം വളരെ അങ്ങനെ തന്റെ ഭയമെല്ലാം മാറി, ആശങ്കയെല്ലാം മാറി, അങ്ങനെ ആഹ്ലാദചിത്തനായി എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ഒരിക്കലും തന്റെ ഡ്യൂട്ടിയിൽ ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ ഈ അലക്സാണ്ടർ ചക്രവർത്തിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട്, അങ്ങനെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനായി മാറി എന്നൊക്കെ കഥ പറയുന്നു. ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിയുടെ കടം മുഴുവൻ വീട്ടാമെന്നേറ്റ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പാപം തെറ്റിനെ ക്ഷമിക്കാമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ഒരു കഥയായിട്ടാണെങ്കിലും കേട്ടാൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ സകല കടവും, കഴിഞ്ഞ കാലങ്ങളിൽ വന്ന കടവും ഇനി ഒരു പക്ഷേ വന്നു പോകാനുള്ള കടവും എല്ലാം വീട്ടിൽ തീർത്ത ഒരു വ്യക്തിക്ക് വേണ്ടി, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി, നമ്മുടെ എല്ലാ തെറ്റുകളെയും ക്ഷമിച്ചു തന്ന ഒരു കർത്താവിന് വേണ്ടി സകലതും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രമോദമാണ്, ആ വ്യക്തിയുടെ പ്രചോദനമാണ്, ആ വ്യക്തിയുടെ വലിയ ലക്ഷ്യമായിട്ട് മാറുമ്പോൾ നമ്മുടെ സംസാരവും പ്രവൃത്തിയും നമുക്കുള്ള എല്ലാ മേഖലയിലും കർത്താവിനെ സേവിക്കുവാനും ശുശ്രൂഷിക്കുവാനും കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ദൈവം നമ്മെ തീർച്ചയായിട്ടും സഹായിക്കട്ടെ. അപ്പൊ സകലതും കർത്താവിനായി എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ, ഈ ശരിയായ ഒരു അവബോധത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവം ആരാണ്, താൻ ആരാണ്,
ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്, മാത്രമല്ല ഈ ദൈവം ദൈവവുമായും മനുഷ്യരുമായും മറ്റ് ദൈവമക്കളുമായും നല്ല ബന്ധം പുലർത്തി ജീവിക്കാൻ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം കർത്താവിനായി ചെയ്യാനായിട്ട് കഴിയും. അത് തീർച്ചയായിട്ടും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ദൈവം ആ നിലയിൽ ഒരു പുനഃസമർപ്പണത്തിനും പുനഃപരിശോധനയ്ക്കും അങ്ങനെയുള്ള ഒരു ജീവിതമാണോ ഞാൻ നിങ്ങൾ നയിക്കുന്നത് ചിന്തിക്കാനൊക്കെ ഈ അവസരം ഉപയോഗിക്കട്ടെ. ഇനി ഈ വിഷയത്തെ സംബന്ധിച്ച് തുടർന്ന് പല വിഷയങ്ങളും പല കാര്യങ്ങളും ചർച്ച ചെയ്യാനായിട്ട് ഉണ്ടാവാം. അത് നമ്മുടെ ചിന്തകളെയൊക്കെ കൂടുതൽ പ്രചോദിപ്പിക്കട്ടെ. സഹോദരന്മാർ ആ സമയം വേണ്ട പോലെ ഉപയോഗിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദൈവം എനിക്ക് തന്ന ചിന്തകൾ ഒരുമിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ദൈവം അവസരം തന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയും ഞാൻ ഈ ചെയ്ത ശുശ്രൂഷയും ഒരുപക്ഷെ നിർബന്ധത്താൽ ചെയ്ത ഒരു ശുശ്രൂഷയോ ഇല്ലെങ്കിൽ മറ്റ് പല ഉദ്ദേശങ്ങളാൽ ചെയ്ത ശുശ്രൂഷയോ ആയി പോകാതെ വാസ്തവമായും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന് മഹത്വത്തിനുള്ള ഒരു ശുശ്രൂഷയായി തീരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ദൈവം നൽകുന്ന എല്ലാ ശുശ്രൂഷകളും ആ ലക്ഷ്യത്തോടെ തന്നെ ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് നിങ്ങളെ ഓർത്തും എന്നെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. സകലവും കർത്താവിനായി ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മളുടെ ഇന്നത്തെ ഈ പഠന വിഷയം വളരെ വിശദമായും സമഗ്രമായും നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച പ്രിയ സാബു സഹോദരനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.